മിറാക്കിൾ ഗാർഡനിലെത്തി. വലിയ ട്രാഫിക്കൊന്നും ഇല്ലാതെ എത്തി. എന്നാലും ലൈറ്റ് പിന്നെ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ റൈറ്റ് അല്ലേ മദീന ഹൈപ്പർ മാർക്കറ്റ്. ഷാർജ മൊയിലോ. പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നു. ഫ്രഷ് ആയിട്ട് മിറാക്കിൾ ഗാർഡനിൽ പോകാനുള്ള പരിപാടിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴും എത്തറിയില്ല. കുറച്ച് ലേറ്റായി. കുറച്ച് നേരത്തെ പോകണമായിരുന്നു. ഇനിയിപ്പോൾ ഇരുടാവുമ്പോൾ ഇനി കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പോയി നോക്കാം നമുക്ക്. ഏതായാലും ഇപ്പോൾ അവിടെ ഫ്രീ ആക്കിയിട്ടുണ്ട്. March 15 to March 30 ഈ 15 ദിവസത്തേക്ക് ദുബായ് ഗവൺമെൻറ് ഫ്രീ ആക്കിയിട്ടുണ്ട്. അങ്ങനെയും വേറെയും കുറേ കാര്യങ്ങൾ ഫ്രീ ആക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ പോയി നോക്കാം നമുക്ക്. എങ്ങനെയാണെന്ന് അറിയില്ല. അങ്കിളിനെയും കൂടി എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. നല്ല രസമുള്ളൊരു ഗാർഡനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഗാർഡനാണ്. പോയി നോക്കാം. നമ്മളങ്ങനെ മിറാക്കിൾ ഗാർഡനിലെത്തി. വലിയ ട്രാഫിക്കൊന്നും ഇല്ലാതെ എത്തി. എന്നാലും ലൈറ്റ് ചെറുതായിട്ട് പോയി തുടങ്ങി. നമ്മൾ ഉള്ളിൽ കയറുകയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഉള്ളിൽ പോയി നോക്കാം. ടൂറിസ്റ്റേഴ്സിനുള്ള എൻട്രിയാണ്. ഇവിടെ ടിക്കറ്റ്സ് വേണം. ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. നമ്മുടെ ഗേറ്റ് 3 നമ്മുടെ എൻട്രൻസ്. റെസിഡൻസിന് എമിറേറ്റ്സ് ഐ ഡി കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഫ്രീ ആയിരിക്കും. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. മിറാക്കിൾ ഗാർഡൻ്റെ മൊത്തം ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് അത്രയും വേൾഡ് റെക്കോർഡായി മാറിയത്. 150 മില്യൺ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് മൊത്തം ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കുറേ കാണാൻ പറ്റും. ഫ്ലവേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയ കുറേ കാര്യങ്ങൾ. മിറാക്കിൾ ഗാർഡൻ്റെ അകത്ത് കയറി അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് 6 മണി വരെ ഫ്രീ ഉള്ളൂ. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെ ഫ്രീ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റിൽ തന്നെ കയറണം. അപ്പോൾ നമ്മൾ കയറാറില്ല. ഓൾറെഡി ഒരു വട്ടം നമ്മൾ കയറിയതാണ്. അതുകൊണ്ട് പിന്നെ ഇപ്പം നിങ്ങളെയും കൂടി ഫ്രീ ആയതുകൊണ്ട് കാണിക്കാതെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അത് അവർ 6 മണി വരെ ഫ്രീ എൻട്രി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേ ചെയ്ത് തന്നെ കയറണം. അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയില്ല. അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മൾ. അത് കുറച്ച് അവിടെ വരെ പോയി നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ അങ്ങോട്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മെട്രോ സ്റ്റേഷനിൽ പോകണം. ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വേറെ ബസ് എടുത്ത് മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നടന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം കേട്ടോ. ഇവിടെ അങ്ങോട്ടുള്ള ബസ് കാണുന്നില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നടക്കാൻ തന്നെ വിചാരിക്കണം. കാരണം അധികം ദൂരമൊന്നുമില്ല ഇവിടെ നിന്ന് നടക്കാൻ. നമുക്ക് കുറച്ച് ദൂരം നടന്നാൽ തന്നെ ഇവിടെ എത്തുന്നതാണ്. ഈ നോക്കാം. ഇവിടെ അങ്ങോട്ട് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ബസ് കാണുന്നില്ല. അപ്പോൾ നമുക്ക് നടക്കാം. പോണ വഴിക്ക് ഇതൊരു നമ്മുടെ കാറിൻ്റെയൊക്കെ മോഡിഫിക്കേഷൻ്റെ ഒരു ഷോപ്പാട്ടോ. ഇത് കുറേ സൂപ്പർ കാർസും കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യുന്ന സ്ഥലമാട്ടോ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ കാണുന്ന ബുർജ് ഖലീഫ. ഇവിടെ നൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ ഫൗണ്ടൈൻ്റെയും ഒക്കെ നൈറ്റ് ഷോ ഇല്ലേ, വാട്ടർ ഡാൻസ് ഒക്കെ ഉള്ള. 8 മണിയായി. അപ്പോൾ 8 മണി തൊട്ട് 8:15 വരെ അതിൻ്റെ ഷോ ഉണ്ട്. ഒരുപാട് സമയത്തുണ്ട്. ലാസ്റ്റ് ഷോ 9 മണിക്ക് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു രാത്രി. അപ്പോൾ നമ്മളിതാ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുക. നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ നമ്മൾ സമയത്തിന് എത്താൻ അറിയില്ല. 9 മണിക്ക് നമ്മൾ എത്തണം ശരിക്കും അവിടെ. 9 മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. വഴിക്ക് ഒരു ഫോക്സ്വാഗൻ്റെ ഷോറൂം ഉണ്ട്. അവർ ഏറ്റവും പുതിയ ജെറ്റ് ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡിസ്പ്ലേയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആക്ച്വലി പുതിയ ജെറ്റാണത്. ഫോക്സ്വാഗൻ ജെറ്റ് 2025 മോഡലായിരിക്കും തോന്നുന്നു എനിക്ക്. മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്താറായി. ഇങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മളിതാ മെട്രോ ഇറങ്ങി ഇനി ട്രാം എടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സ്റ്റേഷനിലെ ട്രാം വന്നു കേട്ടോ. നമ്മളെ സ്റ്റേഷനിലെ ട്രാം ഇതുവരെ വന്നിട്ടില്ല. അപ്പുറത്തെ സ്റ്റേഷനിലെ ട്രാം കേട്ടോ.
നമുക്ക് പോകേണ്ടത് ഈ ഡയറക്ഷൻ. നമ്മുടെ ട്രാം വരുന്നുണ്ടോ? ട്രാമിൻ്റെ ഉൾഭാഗം വരുന്നത് കേട്ടോ. ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഈ സൈഡിൽ ഇപ്പോൾ ട്രാം ഈ സൈഡിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡിലേക്ക് ആകുമ്പോൾ ഡ്രൈവർ ഇവിടെ ആയിരിക്കും ഇരിക്കുക. അത് ഡ്രൈവറിൻ്റെ ഉള്ളിലേക്കുള്ള അവരെ ക്യാബിനിലേക്കുള്ള ഡ്രൈവർ ലോക്കോമോട്ടീവ് എന്നല്ലേ നമ്മൾ പറയാം. അവരെ ക്യാബിൻ്റെ ഉള്ളിലേക്കുള്ള ഡോറാണത്. ഇതിൻ്റെ അപ്പുറത്താണ് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഡ്രൈവർ ഇരിക്കുക. ഇവിടെ പുതിയ ഏതോ ബ്രിഡ്ജ് വരും കേട്ടോ. ബ്രിഡ്ജ് വരുന്നതിൻ്റെ പണിയാണ് നടക്കുന്നത്. ദുബായിൽ ബ്രിഡ്ജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നതിനൊരു കണക്കുമില്ല കേട്ടോ. അത്രയധികം ബ്രിഡ്ജുകൾ വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് തന്നെ ട്രാഫിക് കുറയ്ക്കാൻ പറ്റുന്നില്ല. ദുബായ് ആ കാര്യത്തിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ, എന്നിട്ടും ട്രാഫിക് കൺട്രോൾ ആവുന്നില്ല എന്നുള്ളതാണ്. അത്ര അധികം ജനങ്ങളാണ്. എൻ്റെ ബോഗിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ആരുമില്ല, എംപ്റ്റിയാണ്. ആരുമില്ല. കാണുന്ന ഏതോ ഹോട്ടലാണ് തോന്നുന്നുണ്ടോ. പാലസ് പോലെ ഇരിക്കുന്നുണ്ട് കാണാൻ. കാണുന്നു. നമുക്ക് ഇറങ്ങേണ്ടത് ഈ സ്റ്റേഷനിലാണ് കേട്ടോ. നോളജ് വില്ലേജ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ അൽ സുഫിയ. ഇവിടെ നമുക്ക് ഇറങ്ങേണ്ടത് നോളജ് വില്ലേജ്. നെക്സ്റ്റ് സ്റ്റേഷൻ. നമ്മുടെ സ്റ്റേഷൻ എത്തി. നമ്മൾ ഇറങ്ങിയിട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മൾ ശരിക്കും ടാപ്പ് ചെയ്യുക. മെട്രോ സ്റ്റേഷനിൽ എങ്ങനെയാണ് ടാപ്പ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചായിരുന്നില്ലേ. ഇവിടെ ഇതിൽ ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാമിൽ കയറുക. ഇവിടെ ടാപ്പ് ചെയ്യുക, ഇവിടെ ട്രാം വരും, ട്രാമിൽ കയറുക, പോവുക, ഇറങ്ങുക, തിരിച്ച് ടാപ്പ് ചെയ്യുക, എന്നിട്ട് പോവുക. അങ്ങനെയാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്കിത് റീചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ക്യാഷ് വെച്ച് റീചാർജ് ചെയ്യാം, കാർഡ് വെച്ച് റീചാർജ് ചെയ്യാം, UPI വെച്ച് റീചാർജ് ചെയ്യാം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ വെൻഡിങ് മെഷീനും ഉണ്ടാവും എല്ലാ സ്റ്റേഷനിലും. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൈസ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. പ്രൈസ് അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കാർഡ് വെച്ച് പേ ചെയ്യാം. അങ്ങനത്തെ ഓരോ പരിപാടികളാട്ടോ. ഇപ്പോൾ നമ്മളിതാ ടാപ്പ് ചെയ്തു ഇറങ്ങുകയാണ്. പിന്നെ ഈ നോൾ കാർഡ് വെച്ചിട്ടാണ് ഇവിടെ എല്ലാവർക്കും യാത്ര ചെയ്യുക കേട്ടോ. ഇവിടുത്തെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഈ ഒറ്റ കാർഡ് വെച്ച് യാത്ര ചെയ്യാം. ഇവിടുത്തെ ഇനിയിപ്പോൾ ടാക്സി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ബസ് ആയിക്കോട്ടെ, ട്രാം ആയിക്കോട്ടെ, മെട്രോ ആയിക്കോട്ടെ, എല്ലാം ഈ ഒറ്റൊരു സാധനം വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ എപ്പോഴും റീചാർജ് ചെയ്ത് നമ്മൾ വെക്കണമെന്ന് മാത്രം. കാർഡ് എപ്പോഴും റീചാർജ് ചെയ്ത് വെക്കണമെന്ന് മാത്രം. നമ്മൾ ഏകദേശം എത്താറായി. നമ്മളിത് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൽസ ഫ്രീ ട്രയൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകണത്. ഏകദേശം എത്താറായി. ഇവിടെ നമുക്ക് ബൈക്സും ഉണ്ട് കേട്ടോ. ബൈക്സ് റെൻറ്റിനെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ ഫോൺ വയ്ക്കുക തോന്നുന്നു. ഫോൺ വെച്ചിട്ട് ഇതൊക്കെ ഗ്രീൻ കാണിക്കുന്നതൊക്കെ ബാറ്ററി ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഏകദേശം എത്താറായി.
ഇവിടെ നാഷണൽ ഫ്ലാഗ് കാണാം. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി. ആദ്യം നിങ്ങൾ കണ്ടത് ബച്ചാത്തയാണ്, പിന്നെ കണ്ടതാണ് സൽസ. രണ്ട് ക്ലാസ്സസും കൂടി മിക്സ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വലായിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ അതൊരു ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായി. ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇതുവരെ അതെങ്ങനെയാണ് കളിക്കുക എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോഴാണ് അത് മനസ്സിലായത്. നമ്മൾ തിരിച്ച് ട്രാം എടുത്ത് മെട്രോ സ്റ്റേഷനിൽ പോകുന്നു. മെട്രോ സ്റ്റേഷനിൽ തിരിച്ച് ബസ് എടുക്കണം, അല്ലെങ്കിൽ നടക്കണം. അതാണ് പ്ലാൻ. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതിലിപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യാതെയാണ് ട്രാമിലോ അല്ലെങ്കിൽ മെട്രോയിലോ ആണെങ്കിലോ കയറുന്നത്. നമ്മുടെ RTIയുടെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫൈൻ 200 രൂപ കൊടുക്കേണ്ടി വരും. 200 ദറംസ് കൊടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഏകദേശം ഒരു 5000 രൂപയായി നാട്ടിൽ ആണ് ഫൈന്. അതുകൊണ്ട് ഈ ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. എത്രയും 4 ദറംസ് അല്ലെങ്കിൽ 7 ദറംസൊക്കെ വരുള്ളൂ. അതിനുവേണ്ടി നമ്മൾ 200 ദറംസ് സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് മാക്സിമം ഇത് ഉപയോഗിച്ചിട്ട് തന്നെ കയറുക. നമ്മളെ മെട്രോ അല്ല ട്രാം 1 മിനിറ്റിൽ വരും എന്നാണ് പറയുന്നത്. നമ്മുടെ ട്രാം വന്നിട്ടുണ്ട്, 1 മിനിറ്റിലെത്തുന്ന പറയുന്നത്. ഇതിൽ പിന്നെ മെട്രോയിലാണെങ്കിലും അതുപോലെ അത് അപ്പുറത്തെ സൈഡിലിരുന്നു കേട്ടോ. നമ്മളത് വരുന്നുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ വന്നു, നമ്മളത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോയിലാണെങ്കിലും അതുപോലെ ട്രാമിലാണെങ്കിലും ഫ്രണ്ടിലെ സീറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് ക്ലാസ് ആണ്. അപ്പോൾ അവിടെ കയറണമെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ കാർഡ് ഉണ്ട്. ഈ നൂൽ കാർഡ് കൊണ്ട് കാര്യമില്ല, നമുക്ക് ഗോൾഡ് കാർഡ് ഉണ്ട്. അതിൽ കയറി ഇതെന്ന് പറയുന്നത് സിൽവർ കാർഡല്ലേ, ഇത് നോർമൽ കാർഡാണ്. ഇതുപോലെ ഗോൾഡ് കാർഡ് ഉണ്ട്. അതിന് റേറ്റ് കൂടുതലാണ്, പക്ഷേ അതിന് കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതുപോലത്തെ കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. മെട്രോയിലാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് റോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഇവിടുത്തെ മെട്രോ എന്ന് പറയുന്നത് ഡ്രൈവർലെസ് മെട്രോ അല്ല. ഫ്രണ്ട് റോയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ദുബായിയുടെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ചിലവർ ടിക്കറ്റ് എടുക്കാതെ കയറും കേട്ടോ. അല്ല എന്ന് വെച്ചാൽ ഗോൾഡ് കാർഡ് ഇല്ലാതെ നോർമൽ കാർഡ് വെച്ച് കയറും. പക്ഷേ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ അതാണ് 200 ദിറംസ് ഫൈൻ കൊടുക്കണം. ചെറിയ എമൗണ്ടിന് വേണ്ടി 200 ദിറംസ് ഫൈൻ കൊടുക്കണ്ടേ. അതുകൊണ്ട് കയറാറില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ നല്ല രസമാണ്, അതിൻ്റെ ഫ്രണ്ടിൻ്റെ വ്യൂ കണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. പക്ഷെ ഫ്രണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡ് ക്ലാസ്. ഇതാ മെട്രോ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു കാറിൻ്റെ ഷോറൂം കണ്ടു. ഇത് മറ്റേ സെക്കൻഡ് ഹാൻഡ് ലക്ഷറി കാർസ് കൊടുക്കുന്നൊരു ഷോറൂമാട്ടോ. മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ ഈ ഒരു കാർ കണ്ടോ, നമ്മുടെ ബാറ്റ്മാൻ്റെ ഒക്കെ ടൈപ്പിൽ നമ്മുടെ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ റേറ്റ് കേട്ടോ. അത് വേറെ കണ്ടിട്ടില്ല. ഇവിടെ ഒരു ക്ലാസിക് കാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. പോർഷയുടെ ഈ പേര് കണ്ടോ, സാനം കാർസ്. എന്താ പേര് ഇത്. മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. അവിടെ ബസ്സൊന്നും കണ്ടില്ല. ലാസ്റ്റ് ബസ് പോയെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇത് പോകുന്ന വഴിക്കൊരു കാറ് കണ്ടു കേട്ടോ. ഇത് ഏതാ കമ്പനിയെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇത് കാണുന്നുണ്ടോ, ഫിസ്കർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഫിസ്കർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. പക്ഷേ അറിയില്ല കേട്ടോ. കണ്ടിട്ട് ഒരു രക്ഷയില്ല കാണാൻ. ഇതൊരു 4 ഡോറാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു 2 ഡോറാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഇരിക്കുന്നത്. എവർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കേട്ടോ. ഫ്രണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും
BMW ആണ്, പക്ഷെ BMW അല്ല, ഡിഫറെൻറ്റ് തിങ്. രക്ഷയില്ല കേട്ടോ.